വലിയ കോലാഹലങ്ങളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ഡൽഹിയിൽ. സുധാകരൻ പാർട്ടി വിടുമെന്നും സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ള സൂചനകളൊക്കെ പുറത്തുവന്ന പശ്ചാത്തലം നമ്മൾ കണ്ടതാണ്. 14ഓളം മണ്ഡലങ്ങളിൽ സുധാകരന്റെ അണികൾ മത്സരിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഹൈക്കമാൻഡിന് പൂർണ്ണമായും വഴങ്ങുകയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്. പാർട്ടിയെ ഒരു തരത്തിലും പ്രതിസന്ധിയിലാക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പാർട്ടി സീറ്റ് നൽകിയാൽ മാത്രം മത്സരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം. അങ്ങനെ സുധാകരൻ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു മുഖമായി മാറുന്ന സാഹചര്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്വതന്ത്രനായി മത്സരിക്കില്ല, സ്ഥാനാർത്ഥി നിഷേധിച്ചാലും പാർട്ടി വിടില്ല എന്നും സുധാകരൻ പറയുന്ന പശ്ചാത്തലം കോൺഗ്രസ് പ്രവർത്തകർക്ക്, അണികൾക്ക്, നേതാക്കൾക്ക് ആശ്വാസകരമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നിലപാട് പാർട്ടിയിൽ കണ്ടിന്യൂ ചെയ്യും, പ്രവർത്തിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തന രംഗമായിട്ട് മുമ്പോട്ട് പോകും. പാർട്ടിയിൽ തുടരും, പാർട്ടിയെ വെല്ലുവിളിക്കില്ല. പാർട്ടി തുടരാണ്ട് പിന്നെ ഞാൻ എവിടെയുണ്ട്? പാർട്ടിയിൽ തുടരും. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് കൊണ്ട് പാർട്ടിന്റെ അകത്ത് നിഷേധിച്ചിട്ടില്ലല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്തൊന്നും ആക്കിയിട്ടില്ലല്ലോ. ആക്കീനോ? സുരേട്ട, താങ്കൾ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെയുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട്, അതുള്ളതാണോ? അതില്ല, ഇല്ല, മത്സരിക്കില്ല. സ്വതന്ത്രനായി മത്സരിക്കില്ല. പാർട്ടിയുടെ അംഗീകാരം കിട്ടുമെങ്കിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. പകരം വേറെ കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ നിയോഗിക്കുമോ? കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ അങ്ങേക്ക് മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ? എല്ലാടിയും ആളുകൾ, എനിക്ക് എന്റെ ആളുകളുണ്ട്, എല്ലാടിയും എന്റെ ആളുകളുണ്ട്. അത് കമ്മിറ്റി ഉണ്ടാക്കാനും നേതാക്കന്മാരെ ഉണ്ടാക്കാനൊന്നുമല്ല. കണ്ണൂർ സീറ്റിൽ റിജിൽ മാക്കുറ്റിയെ മത്സരിപ്പിക്കണമെന്നാണ് നേതൃത്വത്തോട് സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. AICC അധ്യക്ഷനും KC വേണുഗോപാലിനും ആവശ്യം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം കത്തയച്ചു. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഇന്നും ഇന്നലെയുമായി തിരക്കെട്ട് ചർച്ചകൾ നടന്നു വരികയാണ്. പട്ടിക ഉടൻ അല്പസമയത്തിനും പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ കണ്ണൂർ മുൻ മേയർ കൂടിയായ അഡ്വക്കേറ്റ് TO മോഹനാണ് കൂടുതൽ പരിഗണന ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇപ്പോൾ എന്താണ് ഹൈക്കമാൻഡിന്റെ മനസ്സിൽ നിന്നുള്ളത് കാത്തിരുന്ന് കാണണം. പട്ടിക പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഡാൻ കുര്യനും മനു ഭരതും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചെയ്തു. ഡാന്, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം റിജിൽ മാക്കുറ്റിയുടെ പേരാണ്. സുധാകരൻ്റെ ഏറ്റവും അടുത്ത ആളാണ്, വിശ്വസ്തനാണ്, അവിടുത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആൾ കൂടിയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ആവശ്യത്തിന് ഹൈക്കമാൻഡ് വഴങ്ങുമോ? സസ്പെൻസിന് വിരാമം ഇട്ടുകൊണ്ടാണ് താൻ പാർട്ടിക്ക് വിമുഖനായി, പാർട്ടിയുമായി ഏറ്റുമുട്ടാൻ പോകില്ല, പാർട്ടിയുമായി ചേർന്ന് മാത്രമേ പോവുകയുള്ളൂ, പാർട്ടിക്ക് വിധേയനായിരിക്കുമെന്ന് വ്യക്തമാക്കി K. സുധാകരൻ ഡൽഹിയിൽ നിന്ന് കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ റിജിൽ മാക്കുറ്റിയെ കണ്ണൂർ നിയമസഭാ സീറ്റിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം KC വേണുഗോപാലും KC അധ്യക്ഷനും അദ്ദേഹം കത്ത് മുഖേന അറിയിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം K. സുധാകരനെ പുകച്ച് പുറത്തു ചാടിക്കാൻ ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഡാന്, ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. മനു, ഇപ്പോൾ നമുക്കറിയാം കണ്ണൂർ രാഷ്ട്രീയം വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാൾ കൂടിയാണ് മനു ഭരത്. സുധാകരൻ എന്ന ആൾ ഏറ്റവും കൂടുതൽ പിണറായി വിജയനുമായി ഫൈറ്റ് ചെയ്യുന്ന കോൺഗ്രസിൻ്റെ മനുഷ്യൻ. അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ BJPക്കൊപ്പമോ വിമതനായോ സ്വതന്ത്രനായോ മത്സരിക്കുന്ന സാഹചര്യം വളരെ വിരളമാണ്. പിണറായി വിജയനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരാൾ എന്ന വികാരം തന്നെ ആയിരിക്കും ഒരു പക്ഷേ സുധാകരനെ ഒരു കടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. മറ്റെന്തെങ്കിലും ഉറപ്പുകൾ അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ടാവുമോ? സുധാകരൻ ആദ്യഘട്ടത്തിലുള്ള നിലപാടിൽ നിന്ന് വല്ലാതെ അയഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാകുമ്പോൾ തന്നെ K. സുധാകരന് കാര്യമായ ഒരു ഉറപ്പ് ലഭിച്ചിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും K. സുധാകരൻ ആരെ നിർദ്ദേശിക്കുന്നു എന്ന കാര്യം കൂടി ചിലപ്പോൾ ഒരുപക്ഷെ പരിഗണിച്ചേക്കും. റിജിൽ മാക്കുറ്റിയുടെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂർ നിയമസഭാ സീറ്റിലേക്ക് റിജിൽ മാക്കുറ്റിയെ കൂടി പരിഗണിച്ചേക്കാം. പക്ഷേ TO മോഹനാണ് അവിടെ നിന്ന് നേരത്തെ തന്നെ പരിഗണന പട്ടികയിൽ ഉണ്ടായിരുന്നത്. TO മോഹൻ നമുക്കറിയാം, അദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്നു. പിന്നീട് കോൺഗ്രസിൻ്റെ നഗരത്തിലെ ഒരു ശക്തനായ നേതാവാണ്. നഗരസഭയുടെ നഗര പിതാവ് എന്ന നിലയിൽ ഒക്കെ സുദീർഘമായ സേവനം കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. അതുപോലെ കോൺഗ്രസിൻ്റെ കണ്ണൂർ നഗരത്തിലുള്ള നിരവധി സമരമുഖങ്ങളിലൊക്കെ TO മോഹനെ എല്ലാവരും കണ്ടിട്ടുണ്ട്. സുപരിചിതനാണ്, ആളുകളുമായി നല്ല രീതിയിൽ ഇടപഴകുന്ന കോൺഗ്രസിൻ്റെ ഒരു സൗമ്യമുഖമാണ്. പക്ഷേ കോൺഗ്രസ് എക്കാലത്തും പ്രശ്നങ്ങൾ നേരിട്ട ഘട്ടങ്ങളിലൊക്കെ K. സുധാകരൻ
അവിടെ കോൺഗ്രസിൻ്റെ ഒരു പ്രതിരോധത്തിൻ്റെ മതിൽ തീർക്കാൻ കെ സുധാകരനെ പോലെ ഒരാൾ കണ്ണൂരിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് കെ സുധാകരനാണ്. കെ സുധാകരൻ്റെ മനസ്സ് അംഗീകരിക്കാതെ അല്ലെങ്കിൽ കെ സുധാകരൻ്റെ മനസ്സിൽ ഇടം പിടിക്കാതെ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക അത്ര എളുപ്പമല്ല. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ്റെ മനസ്സിൽ സുധാകരൻ്റെ കൂടി പിന്തുണയില്ലാതെ അവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങുക എന്നത് അത്ര എളുപ്പമല്ല. മാത്രമല്ല കണ്ണൂർ നിയമസഭ പണ്ട് സുധാകരൻ മത്സരിച്ചിരുന്ന കാലത്ത് നേടിയെടുത്ത അല്ലെങ്കിൽ അബ്ദുള്ളക്കുട്ടി നേടിയെടുത്തൊരു കണ്ണൂർ മണ്ഡലമല്ല. കഴിഞ്ഞ 2 തവണ അവിടെ പല ഉൾവലികൾ ഉണ്ടായി. പ്രത്യേകിച്ച് സതീശൻ പാച്ചേനി അവിടെ 2 തവണ 1700 വോട്ടുകൾക്കോളം ആണ് 2 തവണയായിട്ട് പരാജയപ്പെടുന്നത്. അത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ വെച്ചാണ് സതീശൻ പാച്ചേനി ഏറ്റവും ഒടുവിൽ 2021 അവിടെ മത്സരത്തിന് ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴും സതീശൻ പാച്ചേനി കപ്പിനും ചുണ്ടിനും ഇടയിൽ തനിക്കത് നഷ്ടപ്പെട്ടു എന്നതും അത് ചില പ്രശ്നങ്ങൾക്ക് ഉണ്ടായിരുന്നു പാർട്ടിക്കകത്ത് നിന്നൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ കണ്ണൂരിൽ അങ്ങനെ സുധാകരൻ്റെ പിന്തുണയില്ലാതെ ഒരാൾക്ക് എളുപ്പത്തിൽ ജയിച്ചു കയറാൻ കഴിയില്ല എന്നത് വ്യക്തമാണ്. പിന്തുണ ഉണ്ടായിരുന്നു സതീശൻ പാച്ചേനിക്ക്. എന്നിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കടന്നപ്പള്ളി രാമചന്ദ്രനോട് സതീശൻ പാച്ചേനി തോറ്റു. ലീഗ് നേരത്തെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നു. കണ്ണൂർ അഴീക്കോട് സീറ്റുകൾ തമ്മിൽ വെച്ചുമാറുന്നതായിരിക്കും കുറേ കൂടി ഭദ്രമാവുക എന്നതും. അഴീക്കോട് ലീഗും പരാജയപ്പെട്ടു, കണ്ണൂരിൽ കോൺഗ്രസും പരാജയപ്പെട്ടു. അപ്പോൾ ഇത് ഒഴിവാക്കാനാണ് നേരത്തെ ഒരു വെച്ചുമാറൽ എന്ന ഒരു ആശയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ മുന്നോട്ട് വെച്ചത് ലീഗ്. പക്ഷേ അത് എന്തുകൊണ്ടോ ഫലവത്തായില്ല. ഒടുവിൽ കോൺഗ്രസ് കണ്ണൂരും അഴീക്കോട് ലീഗും മത്സരിച്ചു. രണ്ട് സ്ഥാനാർത്ഥികൾ തോൽക്കുകയും ചെയ്തു. ഇങ്ങനെ UDFന് 2 പരാജയം സംഭവിച്ചു. അപ്പോൾ നമുക്കറിയാം സുധാകരൻ എന്നയാൾ അങ്ങനെ വഴങ്ങുന്ന ഒരാളല്ല. കണ്ണൂരിലെ CPM രാഷ്ട്രീയത്തോട് പടപൊരുതി കോൺഗ്രസിനെ വളർത്തുകയും അവിടെ തുടർച്ചയായി MP ആയി ജയിക്കുകയും കണ്ണൂർ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട റോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വഹിക്കുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തെ അങ്ങനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അണികൾക്ക് ദഹിക്കുന്ന കാര്യമല്ല. ഒരുപക്ഷെ സുധാകരൻ മാറി നിന്നാൽ അതിന് പകരം ഒരു ഫോർമുല ഉണ്ടാകണം. അതാണ് നേരത്തെ ഡാൻ പറഞ്ഞത്. റിജിൽ മാക്കുറ്റി എന്ന അദ്ദേഹത്തിൻ്റെ വലം കൈയെ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും അത് അംഗീകരിക്കാനുള്ള സാധ്യതകളും ഒക്കെയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? അതില്ലാതെ സുധാകരൻ ഇത്തരം ഒരു കോംപ്രമൈസിന് വഴങ്ങുമെന്ന് പ്രതീക്ഷിക്കണോ? അല്ല, റിജിൽ മാക്കുറ്റിയുടെ കാര്യം കെ സുധാകരൻ മുൻപും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. കാരണം പലപ്പോഴും ഈ കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ളവർ നേരിടാനൊക്കെയാണ് ഒരു യുവ നേതാവെന്ന നിലയിൽ റിജിൽ മാക്കുറ്റിയെ തലശ്ശേരി പോലുള്ള മണ്ഡലത്തിലേക്കൊക്കെ അയച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ തോൽക്കുമെന്ന് ഉറപ്പായ ഒരു പോരാട്ടത്തിന് ഒരു ചാവേർ സംഘത്തിൻ്റെ തലവനെന്ന തരത്തിലൊക്കെ റിജിൽ മാക്കുറ്റി പോയി മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ റിജിൽ മാക്കുറ്റിക്ക് സുരക്ഷിതമായ ഒരു സീറ്റ് കൊടുക്കണമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തെ കാണാനൊക്കെ ആയി ചെല്ലുന്ന സമയത്ത് തന്നെ ചില അഭിപ്രായങ്ങൾ അദ്ദേഹം വയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും റിജിൽ മാക്കുറ്റിയുടെ പേര് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് കുറേ കൂടി ശക്തമായി സുധാകരൻ ആവശ്യപ്പെട്ടേക്കാം. പക്ഷേ ഈ ഘട്ടത്തിൽ അതിനൊക്കെ അങ്ങനെയൊക്കെ അത് അംഗീകരിക്കപ്പെടുമോ എന്ന കാര്യം സംശയമാണ്. കാരണം നഗരത്തിൽ TO മോഹന് വലിയ ഒരു സ്വാധീനമുണ്ട്. മാത്രവുമല്ല സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം TO മോഹനൻ അവിടെ മത്സരിക്കണം എന്ന നിലപാടിലാണ്. TO മോഹൻ ആകട്ടെ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്നൊരു നേതാവാണ്. അല്ലെങ്കിൽ എല്ലാവരോടും ഒരു സൗമ്യമായി ഇടപഴകുന്ന, എല്ലാവരും ആയി നല്ല ബന്ധമൊക്കെ സൂക്ഷിക്കുന്ന ഒരു സൗമ്യമുഖമാണ് കോൺഗ്രസിൻ്റെ TO മോഹൻ. അപ്പോൾ സ്വാഭാവികമായും TO മോഹന് കൂടുതൽ പരിഗണന ലഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും AICC അധ്യക്ഷനും അതുപോലെ KC വേണുഗോപാലിനും സുധാകരൻ കത്ത് നൽകിയിരിക്കുന്നത്. അത് എത്ര കണ്ട് പരിഗണിക്കപ്പെടും എന്നത് പരിശോധിക്കേണ്ടതാണ്. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, കെ സുധാകരനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള പോര് തുടങ്ങുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്നാണ്. അത് എല്ലാ ഘട്ടത്തിലും മൂർച്ഛിച്ചു വന്നു എന്നല്ലാതെ ഒരു ഘട്ടത്തിലും അത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു ശത്രുത അങ്ങനെ നിൽക്കുകയും പിണറായി വിജയനെ ഒരു കാലത്തും രാഷ്ട്രീയമായി അംഗീകരിക്കാൻ കെ സുധാകരന് കഴിയില്ല എന്നതും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ ഇതുപോലൊരു നിർണായക ഘട്ടത്തിൽ പാർട്ടിക്ക് കീഴടങ്ങും എന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. അത് എല്ലാ നേതാക്കളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം പിണറായി വിജയൻ ഇനിയൊരു തവണ മുഖ്യമന്ത്രിയാകരുത് എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിലെ ആദ്യത്തെ സുധാകരന്റെ വികാരം അതാണ്. മനോൻ തുടരുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.